നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യന്റെ മനസ്സും സാഹചര്യവുമൊക്കെ ഒരു നിമിഷം കൊണ്ട് മാറാം. അതുകൊണ്ട് ഹൃദയം തുറക്കുമ്പോൾ ബുദ്ധിയുടെ വാതിലടക്കരുത്. നാം പറയുന്ന ഓരോ വാക്കുകൾക്കും അതിൻ്റെതായ സ്ഥാനമുണ്ട്. ഒരു വാക്ക് കൊണ്ട് ഉപേക്ഷിച്ചതിനെ 1000 വാക്കുകൾ കൊണ്ടുപോലും തിരിച്ചു കിട്ടിയെന്ന് വരില്ല. നമ്മുടെ സമാധാനത്തിന് കാവൽ നിൽക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇവിടെ നമ്മുടെ നടൻ ജയറാമിന്റെ വിവേകശൂന്യമായ പ്രവൃത്തിയും സംസാരവും മൂലം പിടിച്ച പുലിവാൽ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എനിക്ക് വേണ്ടി പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഒരു മുത്തശ്ശിക്കഥ. അതിൽ നായകനായി അഭിനയിച്ചത് വിനീതായിരുന്നു. എന്നാൽ പ്രിയൻ എന്നോട് ആദ്യം പറഞ്ഞത് പത്മരാജന്റെ പടത്തിൽ അഭിനയിച്ച ഒരു പയ്യനുണ്ട്, മലയാറ്റൂർ രാമകൃഷ്ണന്റെ അനന്തരവനാണ്, അവനെ നമുക്ക് ഈ പടത്തിലെ നായകനാക്കാം. അങ്ങനെ പ്രിയൻ പത്മരാജനെ ബന്ധപ്പെടുന്നു. അപ്പോൾ അറിയുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പടം തീർന്നിട്ടില്ല എന്ന്. ആ സമയത്താണ് ഞാൻ അറിയുന്നത് കലാഭവനിൽ മിമിക്രി ചെയ്യുന്ന ജയറാം എന്ന പയ്യന് വേണ്ടിയാണ് പ്രിയൻ പത്മരാജനെ വിളിച്ചതെന്ന്. 1988 പുറത്തിറങ്ങിയ അപരൻ എന്ന ചിത്രം, അതായിരുന്നു ജയറാമിന്റെ അരങ്ങേറ്റ ചിത്രം. ജയറാം എന്ന മിമിക്രിക്കാരനെ കലാഭവനിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് കലാഭവൻ റഹ്മാനാണ്. നടനും സംവിധായകനുമായ ലാൽ കലാഭവനിൽ നിന്നും പടിയിറങ്ങിയപ്പോൾ ആ കുറവ് പരിഹരിക്കുന്നതിനായി പകരം കണ്ടെത്തിയ മിമിക്രിക്കാരനായിരുന്നു ജയറാം. ജയറാമിന്റെ സഹോദരൻ വെങ്കിയുടെ സ്നേഹിതനും അന്ന് കലാഭവനിലെ പ്രോഗ്രാം ചീഫുമായിരുന്നു റഹ്മാൻ. ഗൾഫിൽ കലാഭവൻ നടത്തിയ ഒരു പ്രോഗ്രാമിന്റെ വീഡിയോ കാസറ്റ് പത്മരാജന്റെ മകന്റെ കയ്യിൽ കിട്ടുന്നു. അപരൻ എന്ന സിനിമയിലേക്ക് പത്മരാജൻ പുതുമുഖങ്ങളെ തേടി നടക്കുന്ന സമയമായിരുന്നു അത്. ആ കാസറ്റിൽ ഒരു പയ്യനുണ്ട്, ഒന്ന് കണ്ടു നോക്കൂ എന്ന് പിതാവിനോട് പറയുന്നു. മകന്റെ നിർബന്ധത്തിന് വഴങ്ങി പത്മരാജൻ ആ കാസറ്റ് കാണുന്നു. അതിൽ മിമിക്രി ചെയ്യുന്ന ജയറാമിനെ കണ്ട് ഇവൻ കൊള്ളാമല്ലോ എന്ന് പറയുന്നു. യാദൃച്ഛികമെന്ന് പറയട്ടെ, തൊട്ടടുത്ത ദിവസം രാവിലെ നടക്കാനിറങ്ങിയ പത്മരാജനോട് എന്നും കൂടെ നടക്കാറുള്ള മലയാറ്റൂർ തന്റെ അനന്തരവനെ കുറിച്ച് പറയുന്നു. അവൻ ഇപ്പോൾ കലാഭവനിലാണ്, അവന് സിനിമയിൽ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ കൊടുക്കണം. അങ്ങനെയാണ് താൻ കാസറ്റിൽ കണ്ട ജയറാം എന്ന ചെറുപ്പക്കാരന്റെ നമ്പർ വാങ്ങി അദ്ദേഹം വിളിക്കുന്നത്. അങ്ങനെ ആരംഭിച്ചതാണ് ജയറാമിന്റെ സിനിമ ജീവിതയാത്ര. ഹരിപോത്തൻ നിർമ്മിച്ച് പത്മരാജൻ സംവിധാനം ചെയ്ത ആ ചിത്രത്തിൽ ശോഭനയും ജയറാമുമായിരുന്നു നായികനായകന്മാർ. ആ ചിത്രത്തിന്റെ വിജയത്തോടുകൂടി ജയറാം മലയാള സിനിമയിലെ ഒരു അവിഭാജ്യ ഘടകമായി മാറുകയായിരുന്നു. പിന്നീട് ജയറാം നായകനായി വന്ന മിക്കവാറും എല്ലാ ചിത്രങ്ങളും കളക്ഷനിൽ മിനിമം ഗ്യാരണ്ടി ഉറപ്പാക്കിയിരുന്നു. 90 കാലഘട്ടത്തിൽ അദ്ദേഹം അഭിനയിച്ച് ഹിറ്റാക്കിയ ചിത്രങ്ങളൊക്കെ ഇന്നും പുതുതലമുറ പോലും യൂട്യൂബിൽ കൂടി മടുപ്പില്ലാതെ കാണുന്ന ചിത്രങ്ങളാണ്. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ, ഫ്രണ്ട്സ്, സമ്മർ ഇൻ ബത്ലഹേം, സന്ദേശം, പട്ടാഭിഷേകം, ഞങ്ങൾ സന്തുഷ്ടരാണ്, കൊട്ടാരം വീട്ടിലെ അപ്പുക്കുട്ടൻ, മേലപ്പറമ്പിലെ ആൺവീട്, CID ഉണ്ണികൃഷ്ണൻ, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, അങ്ങനെ എത്ര മനോഹരമായ ചിത്രങ്ങൾ. പിന്നീട് സീനിയേഴ്സ് എന്ന ചിത്രത്തിന് ശേഷം ജയറാമിന്റെ മിക്കവാറും എല്ലാ ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു. പിന്നീട് ഏറെ കാലത്തിന് ശേഷം ജയറാമിനെ ശ്രദ്ധിക്കപ്പെട്ടത് മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ച എബ്രഹാം ഓസ്ലർ എന്ന ചിത്രത്തിലൂടെയാണ്. അതിനുശേഷം ജയറാം കൂടുതലും പ്രത്യക്ഷപ്പെട്ടത് അന്യഭാഷാ ചിത്രങ്ങളിലാണ്. ആ വേഷങ്ങളൊക്കെ തന്നെ ജയറാമിന് നടൻ എന്ന നിലയിലുള്ള ഒരു നേട്ടവും കൈവരിക്കാവുന്നതായിരുന്നില്ല. എല്ലാം തന്നെ കടുത്ത വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും വഴിവെക്കുകയാണ് ഉണ്ടായത്. ജയറാമിനെതിരെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് സിനിമാ മേഖലയിൽ നിന്നും ആദ്യം രംഗത്തെത്തിയത് ജയറാമിനെ വെച്ച് 9 പടങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള സംവിധായകൻ രാജസേനനാണ്. അവർ തമ്മിലുള്ള സൗഹൃദവും അടുപ്പവും മറ്റുള്ളവർക്ക് അസൂയ ഉളവാക്കും വിധം ദൃഢമായിരുന്നു. ദിവസവും രണ്ടുപേരും മണിക്കൂറുകളോളം പല പ്രാവശ്യം ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും അപ്പോഴപ്പോഴുള്ള സിനിമാ വിശേഷങ്ങളും കുടുംബ വിശേഷങ്ങളും ഒക്കെ പരസ്പരം പങ്കിടുമായിരുന്നു എന്നാണ് രാജസേനൻ പറയുന്നത്. എന്നാൽ ജയറാമിന്റെ സിനിമയിലെ ഗ്രാഫ് ഉയരുകയും രാജസേനന്റെ ഗ്രാഫ് താഴുകയും ചെയ്തപ്പോൾ മെല്ലെ മെല്ലെ ഫോൺ വിളികളുടെ ദൈർഘ്യവും കുറഞ്ഞു, എണ്ണവും കുറഞ്ഞു. വിളിക്കുമ്പോൾ പലപ്പോഴും തിരക്കാണെന്ന് പറഞ്ഞ് ഒഴിവാക്കി, പിന്നീട് ഫോൺ എടുക്കാതെയുമായി. അങ്ങനെ എന്നേക്കുമായി ആ വിളികൾ അവസാനിച്ചു. അതിനെപ്പറ്റി ചോദിക്കുന്നവരോട് രാജസേനൻ പറയുന്നു, ജയറാം അങ്ങനെ പെരുമാറാനുള്ള കാരണം ഇന്നും അറിയില്ല എന്ന്. എന്നാൽ രാജസേനൻ ഒഴിച്ച് ബാക്കി എല്ലാ സിനിമാക്കാർക്കും പ്രേക്ഷകർക്കുമൊക്കെ കാരണം വ്യക്തമാണ്, കൃത്യവുമാണ്.
ഈ വിഷയത്തെ സാധൂകരിക്കുന്ന മറ്റൊരു ആക്ഷേപമാണ് നടൻ പ്രതാപ് പോത്തനും ഉയർത്തിയത്. പ്രതാപ് പോത്തൻ ജയറാമിന്റെ പേര് പരാമർശിക്കാതെ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരുന്നു, മലയാള നടൻ അഹങ്കാരിയാണെന്നും പത്മശ്രീ അവാർഡിന് അർഹനല്ലെന്നും വംശീയവാദിയാണെന്നും ആരോപിച്ചിരുന്നു. ഒരു ചിത്രത്തിലേക്ക് മകന്റെ ഡേറ്റിന് വേണ്ടി വിളിച്ചപ്പോൾ പഴയ സംവിധായകരുടെ കൂടെ ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ആ വാക്കുകളാണ് പ്രതാപ് പോത്തനെ ചൊടിപ്പിച്ചത്. പ്രതാപ് പോത്തൻ പറയുന്നു, തന്റെ സഹോദരൻ നിർമ്മാതാവായ ചിത്രത്തിലൂടെയാണ് ജയറാം ആദ്യമായി സിനിമയിലെത്തിയതെന്ന്. പഴയ തലമുറയിലെ സംവിധായകരുടെ കൂടെ മകൻ അഭിനയിക്കില്ല എങ്കിൽ പുതുതലമുറയിലെ സംവിധായകരോടൊപ്പം പഴയ തലമുറയിലെ ജയറാമിന് എങ്ങനെ അഭിനയിക്കാൻ കഴിയുമെന്ന് കമന്റുകളിലൂടെ പലരും ചോദിക്കുന്നു. ജയറാം പ്രതാപ് പോത്തനോട് വാഗ്വാദങ്ങൾക്കൊന്നും മുതിരാതെ അമ്മയിൽ പരാതി കൊടുത്തു എന്നാണ് അറിയുന്നത്. അതിനുശേഷം പ്രതാപ് പോത്തൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. പ്രതാപ് പോത്തൻ ജയറാം വംശീയവാദിയാണെന്ന് പറയാൻ ഒരു കാരണമുണ്ട്. അത് ജയറാമിന്റെ വായിൽ നിന്ന് വന്ന ഒരു നാക്ക് പിഴവായിരുന്നു. ഒരു മലയാളം ചാനലിൽ ജയറാം സംസാരിക്കുമ്പോൾ പറഞ്ഞു, എന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു കറുത്ത് തടിച്ച ചക്കപ്പോത്ത് പോലുള്ള ഒരു തമിഴത്തിയുണ്ട്. തമിഴ് സ്ത്രീകളെ ആക്ഷേപിക്കുന്ന ഈ വാർത്ത തമിഴ്നാടെങ്ങും കാട്ടുതീ പോലെ പടർന്നു. തമിഴ് സ്ത്രീകളെ ജയറാം അപമാനിച്ചു എന്ന് പറഞ്ഞ് ജനക്കൂട്ടം ഇളകി. ജയറാമിന്റെ വീട്ടിലേക്ക് പാഞ്ഞടുത്ത ജനക്കൂട്ടം ജനൽ ചില്ലുകളൊക്കെ എറിഞ്ഞു തകർത്തു. സിറ്റ് ഔട്ടിൽ ഉണ്ടായിരുന്ന ഫർണിച്ചറുകൾക്ക് തീ കൊളുത്തി. നിരവധി ആൾക്കാർ അറസ്റ്റ് വരിച്ചു. ജയറാമിനെതിരെ എഗ്മൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ദിരാനി എന്ന സ്ത്രീ കേസ് ഫയൽ ചെയ്തു. ജയറാം തൊഴുകൈകളോടെ നിരൂപാധികം മാപ്പപേക്ഷിച്ചും ഉന്നത രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചും ഒരുവിധം അതിൽ നിന്നും തലയൂരി. ജയറാമിനെ സംബന്ധിച്ച് കൂടെ മനസ്സറിയാത്ത അല്ലെങ്കിൽ മനഃപൂർവ്വമല്ലാത്ത വിവാദങ്ങളിൽ ചെന്നുപെടുക എന്നുള്ളത് ഒരു സ്ഥിരം പ്രവണതയായി മാറിയിരിക്കുകയാണ്. ഇതുപോലെ എടുത്തു പറയാവുന്ന ജയിലിൽ ഓണക്കോടിയുമായി എത്തിയത് ഉൾപ്പെടെയുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടെങ്കിലും എല്ലാവരെയും ഞെട്ടിച്ചത് ശബരിമലയിലെ സ്വർണ്ണ നടവാതിൽ വീട്ടിൽ കൊണ്ടുവച്ച് പൂജ നടത്തി എന്നറിഞ്ഞപ്പോഴാണ്. ശബരിമല ക്ഷേത്രത്തിൽ ഇരിക്കേണ്ട വാതിൽ പുറത്തു കൊണ്ടുപോയി പൂജിക്കേണ്ട ഒന്നല്ല എന്നത് എല്ലാ ഭക്തന്മാർക്കും അറിയാവുന്നതല്ലേ. പ്രത്യേകിച്ച് കടുത്ത ഈശ്വര വിശ്വാസിയും ആനയും ചെണ്ടമേളവും അമ്പലവാസവും ഒക്കെയായി നടക്കുന്ന ജയറാമിന് അതറിയില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? അയ്യപ്പനോടുള്ള കളി ഇതൊരു നടക്കി പോകില്ല എന്ന് മനസ്സിലാക്കിയ ജയറാം സാഷ്ടാംഗം വീണ് മാപ്പ് പറഞ്ഞ് അങ്ങനെ സ്വർണ്ണപ്പാളി കേസിലെ മാപ്പ് സാക്ഷിയായി മാറി. ജയറാമിനെ കുറിച്ച് പറയുന്ന മറ്റൊരു ആക്ഷേപം, ജയറാം സിനിമയിലായാലും സിനിമയ്ക്ക് പുറത്തായാലും ആരെയും സഹായിക്കുന്ന സ്വഭാവക്കാരനല്ല എന്നതാണ്. എന്നാൽ ഈ അഭിപ്രായത്തെ പാടെ കാറ്റിൽ പറത്തിക്കൊണ്ട് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ജയറാം ഒരു സൽപ്രവൃത്തി ചെയ്തു. പശുക്കളെ വളർത്തി ഉപജീവനം നയിച്ച ഒരു വിദ്യാർത്ഥിയുടെ പശുക്കൾ അസുഖം മൂലം ചത്തുപോയപ്പോൾ ആ വാർത്ത അറിഞ്ഞ ജയറാം ആ പയ്യന് പകരം പശുക്കളെ വാങ്ങിക്കൊടുത്തു സഹായിച്ചു. ജയറാമിൽ ഉണ്ടായ ഈ മാറ്റം വലിയ പ്രതീക്ഷയോടെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. സിനിമാ മേഖലയെ കുറിച്ച് പറഞ്ഞാൽ ആർക്കും ആരോടും സ്ഥായിയായ നന്ദിയും സ്നേഹവും കടപ്പാടും ഒന്നും തന്നെയില്ല. എന്നാൽ പാരവെപ്പും കുതികാൽ വെട്ടുമൊക്കെ ആവശ്യത്തിലധികം ഉണ്ട് താനും. അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഫീൽഡാണ്. ജയറാം നല്ല കഴിവുള്ള ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന് ഇനിയും നല്ല ചിത്രങ്ങൾ ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാവട്ടെ. ഒപ്പം ഇനിയും കൂടെ മാപ്പപേക്ഷിക്കാൻ ഇടവരാതിരിക്കട്ടെ എന്നും ആശംസിക്കുന്നു. അന്ധന് കാഴ്ച ലഭിച്ചാൽ ആദ്യം ഉപേക്ഷിക്കുന്നത് അതുവരെ വഴികാട്ടിയായ വടിയെയായിരിക്കും. അതുകൊണ്ട് ആരുടെയും വടിയാകാതിരിക്കുക. ജീവനായി ചേർത്ത് നിർത്തിയിട്ടും മനസ്സറിയാതെ ഇറങ്ങിപ്പോയവരാണ് പലരും. നിർത്തുന്നു. നന്ദി, നമസ്കാരം.